നമ്മുടെ കരിയറിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു ചോദ്യം കേട്ടിട്ടുണ്ടാവും. സർട്ടിഫിക്കേഷൻ ആണോ കൂടുതൽ പ്രധാനപ്പെട്ടത്, അതോ എക്സ്പീരിയൻസ് ആണോ? പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. ചിലർ പറയും സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. മറ്റു ചിലർ പറയും എക്സ്പീരിയൻസ് ആണ് എല്ലാത്തിലും വലുത് എന്ന്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സംഭവം ഈ ചോദ്യത്തെ ഞാൻ കാണുന്ന രീതിയെ തന്നെ മാറ്റി. അന്ന് ഞാനൊരു നെറ്റ്വർക്കിംഗ് പ്രോജക്റ്റ് മാനേജറായി ജോലി ചെയ്യുന്ന സമയമാണ്. ആഴ്ചതോറും ഒരു പ്രോജക്റ്റ് റിവ്യൂ മീറ്റിംഗ് ഉണ്ടാകും. പക്ഷേ അന്നത്തെ ആ മീറ്റിംഗ് ദിവസം എല്ലാവരുടെയും മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പ്രോജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ മുന്നോട്ട് പോയിരുന്നില്ല. ചില ഡിലേസ് ഉണ്ടായിരുന്നു. ക്ലയൻറ്റ് സൈഡിൽ നിന്നും സീനിയർ ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. പക്ഷേ അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാത്തത് കൊണ്ട് ക്ലയൻറ്റ് അന്ന് അത്ര ഹാപ്പി ആയിരുന്നില്ല. മെയിൻ കോൺട്രാക്ടർ ടീമിൽ നിന്നും സീനിയർ ആളുകൾ ഉണ്ടായിരുന്നു. നല്ല പൊസിഷനിലുള്ള ആളുകൾ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. പലരും ഫോർമൽ ഡ്രസ്സിലായിരുന്നു, സ്യൂട്ടും ടൈയും ഒക്കെ ധരിച്ച്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം വളരെ വ്യത്യസ്തനായിരുന്നു. ഒരു സാധാരണ ടീഷർട്ട്, ഒരു സാധാരണ പാൻറ്. കാണുമ്പോൾ ഒരു വലിയ കോർപ്പറേറ്റ് മീറ്റിങ്ങിൻ്റെ പ്രോജക്റ്റ് മാനേജർ ആണെന്ന് ആരും ചിന്തിക്കില്ല. പക്ഷേ അദ്ദേഹമായിരുന്നു ആ പ്രോജക്റ്റ് മാനേജർ. മീറ്റിംഗ് തുടങ്ങി. പ്രോജക്റ്റ് സ്റ്റാറ്റസ് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്ലയൻറ്റ് പല കാര്യങ്ങളിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സീനിയർ ആളുകൾ സംസാരിക്കുമ്പോൾ ക്ലയൻറ്റ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പക്ഷേ ഈ വ്യക്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു മാറ്റമുണ്ടായി. ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത? കാരണം അവിടെ വലിയ ഡെസിഗ്നേഷൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലയൻറ്റിൻ്റെ ട്രസ്റ്റ് കിട്ടിയത് ഇദ്ദേഹത്തിനായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ടീമിലുള്ള ഒരാളോട് ചോദിച്ചു, ആരാണ് അദ്ദേഹം? അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത് ഒരു പ്രൊജക്റ്റ് മാനേജറായി അല്ല. അദ്ദേഹം ഒരു കാർപ്പൻ്ററായിട്ടാണ് കരിയർ ആരംഭിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചു, പല കാര്യങ്ങളും മനസ്സിലാക്കി, വർഷങ്ങളോളം ജോലി ചെയ്തു, എക്സ്പീരിയൻസ് നേടിയെടുത്തു, ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു. അദ്ദേഹത്തിന് 5 ഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ പതുക്കെ വളർന്ന് അദ്ദേഹം ഒരു പ്രോജക്റ്റ് മാനേജറായി മാറി. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യമുണ്ട്. ക്ലയൻറ്റ് അദ്ദേഹത്തെ വിശ്വസിച്ചത് അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്ക് കണ്ടിട്ടല്ല, ഡെസിഗ്നേഷൻ കണ്ടിട്ടല്ല, സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുമല്ല. അദ്ദേഹം വർഷങ്ങളായി ബിൽഡ് ചെയ്ത ട്രസ്റ്റാണ് അതിൻ്റെ പിന്നിൽ. ഇവിടെ ഞാൻ പറയുന്നത് സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്നല്ല. സർട്ടിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതു തന്നെയാണ്. പ്രത്യേകിച്ച് കരിയറിൻ്റെ തുടക്കത്തിൽ അത് ഒരുപാട് അവസരങ്ങൾ തുറന്നു തരാം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കും, നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. പക്ഷേ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങളെ ഒരു ഡോർ വരെ എത്തിക്കും. ആ ഡോർ തുറന്ന് അകത്ത് നിങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയാണ്, നിങ്ങളിൽ ആളുകൾക്കുള്ള വിശ്വാസമാണ്. കരിയറിൽ ഏറ്റവും വലിയ റിക്കഗ്നിഷൻ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് അല്ല. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഈ ആളെ വിളിക്കാം, അയാൾ അത് ഹാൻഡിൽ ചെയ്യും എന്ന് മറ്റുള്ളവർ പറയുന്ന ആ വിശ്വാസമാണ്. കാരണം ഒരു വ്യക്തിയുടെ യഥാർത്ഥ വാല്യൂ പലപ്പോഴും കാണുന്നത് അയാളുടെ ടൈറ്റിലിലോ അപ്പിയറൻസിലോ അല്ല, അയാൾ എങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടുന്നു എന്നതിലാണ്.